Dear children, welcome back to my channel ചെമ്മൂസ് വേൾഡ്. എല്ലാവർക്കും ചെമ്മൂസ് വേൾഡിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സേഫാണോ? കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അതൊക്കെ ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് ഇടുക കേട്ടോ. നിങ്ങളുടെ കമൻറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നിങ്ങൾ എൻ്റെ ക്ലാസ് കാണാറില്ല എന്ന് തോന്നുന്നു. എല്ലാവരും വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഓർഡറിൽ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. പിന്നെ അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് കുഞ്ഞ് ബെല്ലൈക്കൺ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ കൂടി മറക്കരുത്. നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോയാലോ? യെസ്, നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. ആദ്യം തന്നെ ഞാനിതാ ബുക്കൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സീനിയർ KG ക്ലാസ്സസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് തന്നെ നമ്മൾ LKG ക്ലാസ്സസും കൂടി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ക്ലാസ് വേണ്ടവർ അതുകൂടി പോയി കാണാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ടിങ്കർ ബുക്ക് എടുത്തിരിക്കുകയാണ്. ഞാനിവിടെ പഠിപ്പിക്കുന്നത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സിലെ തന്നെ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ക്ലാസ്സിൽ എങ്ങനെയാണ് കുട്ടികൾ പഠിക്കുന്നത് ആ ഒരു രീതി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ പോവാത്ത കുട്ടികളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഷുവറായിട്ടും ഈ ക്ലാസ്സുകൾ ഹെൽപ്പാവും. കാരണം 1 by 1 ആയിട്ട് കറക്റ്റായിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ബുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, മുമ്പത്തെ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? യെസ്, ഐ തിങ്ക് ഓർമ്മയുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, മുമ്പ് നമ്മൾ വേർഡ്സ് ദാറ്റ് സ്റ്റാർട്ട് വിത്ത് ദ വവൽ ഐ ആണ് പഠിച്ചത്. ഇനി പഠിക്കാൻ പോകുന്നത് റീഡ് അലൗഡ് വേർഡ്സ് ദാറ്റ് സ്റ്റാർട്ട് വിത്ത് ദ വവൽ ഓ. ഓക്കെ, റീഡ് അലൗഡ്, ഉച്ചത്തിൽ പറയണം. ഓക്കെ, നല്ല ശബ്ദത്തിൽ പറയണം. എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ. അപ്പം നമുക്ക് പറഞ്ഞാലോ? പറയട്ടെ? യെസ്. O for orange. O for orange. Letter starting O. Okay. Next one. O for otter. Starting letter O. They are already circled here. Starting letter O. Next one. Orchid. Orchid flower. Starting letter O. Next, omelette. Starting letter O. Already circle here. Next one, ox. Starting letter O. Words that start with the vowel O. Okay. Starting letter O, ox. Next one, octopus. Starting letter O. All are seeing this one? Yes. Okay. Next one, words that have vowel O in the middle. Okay, vowel O middle ആയിട്ട് വരുന്ന words ആണ്. Pot, POT, pot. They are already circled here. O. Doll, DOLL. O circle here. Next one, top, TOP. O circle here. O is the middle. Okay. Next one, log. 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 O is the middle. Next one, boy. BOY. O is the middle. They are already circled. Next one, frog. O is the middle. FROG. Circled already here. Okay. Words that start with the vowel O, words that have vowel O in the middle. ഇതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പോൾ നിങ്ങൾ കുട്ടികളോട് ഇത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഷുവറായിട്ടും ദേ വിൽ ക്യാച്ച്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കിയാലോ? നെക്സ്റ്റ് പേജ്. Take the pictures whose names start with the vowel O and circle the one
that have vowel O in the middle. Take the pictures whose names start with the vowel O. Okay, vowel O start വെച്ചിട്ടുള്ള പിക്ചേഴ്സിന് ടിക്ക് ചെയ്യുക. ആൻഡ് സർക്കിൾ ദ വൺ ദാറ്റ് ഹാവ് വവൽ ഓ ഇൻ ദ മിഡിൽ. വവൽ ഓ മിഡിൽ ഉള്ളതിന് നമ്മൾ സർക്കിൾ ചെയ്യുക. ഫസ്റ്റ് വൺ പോട്ട്, POT, pot. We need to circle. O is the middle. Okay, we need to circle this one like this. O is the middle. Orange, starting letter O. We need to tick here like this. Okay. Doll, DOLL. O is the middle. We need to circle. Okay. Top, TOP. O is the middle. We need to circle. Ox, starting letter O. We need to tick here like this. Log, LOG. O is the middle. We need to circle this one. ഇതിൻ്റെ ഈ ഷേപ്പിൽ തന്നെ ഇട്ടാൽ മതി. Octopus, starting letter O. We need to tick here like this. Frog, FROG. We need to circle. O is the middle. Okay. Omelette, starting letter O. We need to tick like this. Okay. ഇത് മനസ്സിലായല്ലോ? ഇങ്ങനെയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫ്ലവേഴ്സ് കാര്യങ്ങൾ കുട്ടികൾക്ക് വരച്ചു കൊടുക്കുക. എന്നിട്ട് അവരോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറയുക. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് പഠിക്കുന്നത് അടുത്ത ക്ലാസ്സിലാണ് കേട്ടോ. വേർഡ്സ് ദാറ്റ് സ്റ്റാർട്ട് വിത്ത് ദ വവൽ യു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് പഠിക്കാം. ഇനി നമുക്ക് നേരെ സെയിം ബുക്കിൽ തന്നെ EVS ഒന്ന് നോക്കാം. ഓക്കെ, EVS ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഡിയർ ചിൽഡ്രൻസ്, now we are going to learn about magic words. Okay, the book is EVS, General Awareness, but we are learn about magic words. Anyone knows magic words? Which are the magic words? No. Okay, I will teach you children. These are magic words. Thank you, sorry, please, excuse me and may are magic words. Using magic words is good manners. Why we are using magic words? Using magic words is good manners. Okay, we are follow the good manners. First one, thank you. Thank you. For example പറയാം, for the chocolates dad. നമുക്കൊരാൾ ഒരു ഗിഫ്റ്റ് ചെയ്തെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം? താങ്ക് യു. ഓക്കെ, നന്ദി അറിയിക്കുകയാണ്. സെക്കൻഡ് വൺ, താങ്ക് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് റിപ്ലൈ ചെയ്യണം? യു ആർ വെൽക്കം. യു ആർ വെൽക്കം. ഓക്കെ, താങ്ക് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് പറയേണ്ടത് യു ആർ വെൽക്കം. ഫോർ എക്സാമ്പിൾ, മേ ഐ ഹെൽപ്പ് യു മോം? ഷുവർ. താങ്ക് യു ടീന. അപ്പോൾ മോം പറയുകയാണ് ഷുവർ. താങ്ക് യു ടീന. താങ്ക് യു, നന്ദി ടീന എന്നാണ് മോം പറയുന്നത്. അതിൻ്റെ പിക്ചറാണ് ഇവിടെ. ഒരു മോം അടുക്കളയിൽ കുക്ക് ചെയ്യുകയായിരുന്നു. അപ്പോൾ മകൾ വന്ന് ചോദിക്കുകയാണ്, മേ ഐ ഹെൽപ്പ് യു മോം? ഞാൻ അമ്മയെ സഹായിക്കട്ടെ? ഷുവർ. താങ്ക് യു ടീന. ഷുവർ, തീർച്ചയായും. എന്നിട്ട് മകളോട് അമ്മ നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, എക്സ്ക്യൂസ് മീ ഡാഡ്, മേ ഐ കമ്മിങ്? എക്സ്ക്യൂസ് മീ ഡാഡ്, മേ ഐ കമ്മിങ്? അങ്ങനെയാണ് മകൾ അച്ഛനോട് ചോദിച്ചത്. അപ്പം അച്ഛൻ പറയാണ്, യെസ് പ്ലീസ്, കമ്മിങ് ടീന. യെസ്, കമ്മിങ്, പ്ലീസ് കമ്മിങ് ടീന. അതിന് വേണ്ടിയിട്ടാണ് എക്സ്ക്യൂസ് മീ പ്ലീസ്, നോട്ട് ദ വേർഡ്സ്. ഓക്കെ, ഹിയർ എക്സ്ക്യൂസ് മീ, ഹിയർ പ്ലീസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഐ ആം സോറി ഐ സ്പോക്ക് while eating. I am sorry.
ഐ സ്പോക്ക് വൈൽ ഈറ്റിംഗ്. ഓക്കെ, ഫുഡ് കഴിക്കുന്ന സമയത്ത് സംസാരിച്ചതിന് സോറി പറയുകയാണ്. നെവർ സ്പീക്ക് വൈൽ ഈറ്റിംഗ്. ഒരിക്കലും സംസാരിക്കരുതേ. ഫുഡ് കഴിക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടുള്ളതല്ല. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് നമ്മൾ ഇവിടെ മാജിക് വേർഡ്സ് ഇവിടെ കഴിഞ്ഞു. ഏതൊക്കെയാണ്? താങ്ക് യു, സോറി, പ്ലീസ്, എക്സ്ക്യൂസ് മീ. ഓക്കെ, താങ്ക് യു പറഞ്ഞു കഴിഞ്ഞാൽ വെൽക്കം പറയണം. ഓക്കെ, എക്സ്ക്യൂസ് മീ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടേ? പ്ലീസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മാജിക് വേർഡ്സ്. ഇതാണ് EVSൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും കുട്ടികളെ സാവധാനം കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ കുട്ടികൾ നല്ല സന്തോഷത്തിൽ പഠിക്കാനിരിക്കുകയുള്ളൂ. പിന്നെ അല്ലാതെ നമ്മൾ കുട്ടികളെ ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാലൊന്നും കുട്ടികൾ ഒരിക്കലും പഠിക്കത്തില്ല കേട്ടോ. പിന്നെ എല്ലാം നല്ല നല്ല കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. എല്ലാം നമ്മൾ പറയുമ്പോൾ സാവധാനം പറഞ്ഞു കൊടുക്കണം. അല്ലാതെ നമ്മളിങ്ങനെ ദേഷ്യപ്പെട്ട് പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇപ്പോൾ തന്നെ ക്ലാസ്സിൽ എന്താ പറയുക, മടുപ്പ്, ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയായി പോവും. അപ്പോൾ നിങ്ങൾ സാവധാനം കുട്ടികളിലോട്ട് അങ്ങ് ഇറങ്ങിച്ചെല്ലുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ ചെറിയ ചെറിയ എന്താ പറയുക, എൻ്റെ ടിപ്സാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.